Hello students, welcome to Lead Loom, An Angel in Disguise by T.S. Arthur. നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ കഥയൊന്ന് ഓടിച്ചു പറയാം. T.S. ആദറിൻ്റെ ഈ കഥയിൽ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു അമ്മയുടെ മരണത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ആ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ആ 3 മക്കളിൽ ഏറ്റവും ഇളയ മകളായ മാഗിക്ക് ഒരു വയ്യാത്ത കുട്ടിയാണ്. മറ്റു 2 കുട്ടികളെയും ആളുകളെല്ലാം ദത്തെടുത്തുകൊണ്ട് അങ്ങ് പോകും അമ്മ മരിച്ചത് കാരണം. പക്ഷേ ഈ വയ്യാത്ത കുട്ടി ഒരു ബാധ്യതയാവുമെന്ന് കരുതി, അതായത് മാഗി ഒരു ബാധ്യതയാവുമെന്ന് കരുതി ആരും ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോ തോംസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ജോ തോംസണുമായിട്ടുള്ള ഒരു സംഭാഷണം നമ്മൾ കണ്ടായിരുന്നു. കുട്ടി പറയുന്നുണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുതെന്ന്. അപ്പോൾ ഇനി ജോ തോംസൺ എന്ത് ചെയ്യും എന്നുള്ളതാണ് കഥയുടെ അടുത്ത ഭാഗം വരുന്നത്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. Rough in exterior, Joe Thompson, the wheelwright, had a heart and it was very tender in some places. അപ്പം പുറമേ നോക്കുമ്പോൾ പരുക്കൻ സ്വഭാവമുള്ള ആളായിട്ട് തോന്നുമെങ്കിലും ചക്രവണ്ടികൾ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന ജോ തോംസന്റെ ഹൃദയം വളരെ സ്നേഹമുള്ളതായിരുന്നു. ഹി ലൈക്ഡ് ചിൽഡ്രൻ ആൻഡ് വാസ് പ്ലീസ്ഡ് ടു ഹാവ് ദം കം ടു ഹിസ് ഷോപ്പ്. അപ്പം അദ്ദേഹത്തിന് എന്തായിരുന്നു, കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അവർ തൻ്റെ കടയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. Where sleds and wagons were made or rented for the village lads free of charge. അപ്പോൾ അവിടെ ഗ്രാമത്തിലെ ആൺകുട്ടികൾക്കായിട്ട് സ്ലൈഡുകളും വണ്ടികളും സൗജന്യമായി ഉണ്ടാക്കുകയും നന്നാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ ജോ തോംസന്റെ ഡയലോഗാണേ. നോ ഡിയർ, ഹി ആൻസേർഡ് ഇൻ എ കൈൻഡ് വോയിസ്, ഗോയിങ് ടു ദി ബെഡ് ആൻഡ് സ്റ്റൂപ്പിംഗ് ഡൗൺ ഓവർ ദി ചൈൽഡ്. അപ്പോൾ പറയാണ്, ഇല്ല മോളെ, അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു. കിടക്കക്കരിയിലേക്ക് ചെന്ന അദ്ദേഹം കുട്ടിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. യു ഷാൻറ്റ് ബി ലെഫ്റ്റ് ഹിയർ അലോൺ. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടുപോകില്ല. Then he wrapped her with the gentleness almost of a woman in the clean bedclothes which some neighbor had brought. അപ്പോൾ ശേഷം ഒരു അയൽവാസി കൊണ്ടുവന്ന വൃത്തിയുള്ള പുതപ്പിൽ ഒരമ്മയുടെ സ്നേഹത്തോടെ അദ്ദേഹം അവളെ പൊതിഞ്ഞു. And lifting her in his strong arms bore her out into the air. അപ്പം തൻ്റെ ശക്തമായ കൈകളിൽ അവളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ആ ചിത്രത്തിൽ കണ്ടില്ലേ? ആൻഡ് അക്രോസ് ദി ഫീൽഡ് ദാറ്റ് ലേ ബിറ്റ്വീൻ ദി ഹോവൽ ആൻഡ് ഹിസ് ഹോം. അപ്പം കുടിലും തൻ്റെ വീടും തമ്മിലുള്ള വയൽ കടന്ന് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. ഒരു ഫീൽഡ് ഉണ്ട്, അത് കടന്നു പോവാണ്. നൗ ജോ തോംസൺസ് വൈഫ് ഹു ഹാപ്പൻ ടു ബി ചൈൽഡ്ലെസ്. അപ്പം ജോ തോംസന്റെ ഭാര്യയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. വാസ് നോട്ട് എ വുമൺ ഓഫ് സെയിന്റ്ലി ടെമ്പർ. അപ്പൊ അവരെങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു? വളരെ ക്ഷമയും കരുണയും നിറഞ്ഞൊരു സ്ത്രീ അല്ലായിരുന്നു. നോർ മച്ച് ഗിവൺ ടു സെൽഫ് ഡിനൽ ഫോർ അതേഴ്സ് ഗുഡ്. അപ്പൊ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് സ്വന്തം സൗകര്യങ്ങൾ ത്യജിക്കുന്ന സ്വഭാവമൊന്നും അവക്കില്ലായിരുന്നു. അപ്പൊ എങ്ങനത്തെ ഒരു സ്ത്രീയാ? സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആൻഡ് ജോ ഹാഡ് വെൽ ഗ്രൗണ്ടഡ് ഡൗട്ട്സ് ടച്ചിങ് ദി മാനർ ഓഫ് ഗ്രീറ്റിംഗ് ഹി ഷുഡ് റിസീവ് ഓൺ ഹിസ് അറൈവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. മിസ്സിസ് തോംസൺ, ആരാണ് മിസ്സിസ് തോംസൺ? തോംസന്റെ ഭാര്യ. സോ ഹിം അപ്രോച്ചിങ് ഫ്രം ദി വിൻഡോ. അപ്പം ഭാര്യ ജനലിലൂടെ ജോ അടുത്തേക്ക് വരുന്നത് കണ്ടു. ആൻഡ് മെറ്റ് ഹിം എ ഫ്യൂ പേസസ് ഫ്രം ദി ഡോർ. വീട്ടുവാതിലിന് സമീപം കുറച്ചടി മുന്നോട്ട് വന്ന് അവൾ അദ്ദേഹത്തെ കണ്ടു. As he opened the garden gate and came in. അപ്പം ജോ എന്ത് ചെയ്യാണ്? ജോ തോംസൺ വാതിൽ തുറന്ന് വീട്ടിലേക്ക് കടന്നു വരുന്നു. He bore a precious burden and he felt it to be so. അപ്പം അദ്ദേഹം വളരെ വിലപ്പെട്ട ഒരു ഭാരമാണ് കൈകളിൽ വഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അങ്ങ് തോന്നുകയാണ്. As his arms held the sick child to his bosom. അപ്പോൾ രോഗിയായ ആ കുഞ്ഞിനെ അദ്ദേഹം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. A spear of tenderness went out from her and penetrated his feelings. അപ്പം ആ കുഞ്ഞിൽ നിന്നൊഴുകിയ സ്നേഹവും നിസ്സഹായതയും ജോയുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. എ ബോണ്ട് ഹാഡ് ഓൾറെഡി കോഡഡ് ഇറ്റ്സെൽഫ് അറൗണ്ട് ദ ബോത്ത്. അപ്പം അപ്പോഴേക്കും അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം രൂപപ്പെട്ടിരുന്നു. ആൻഡ് ലവ് വാസ് സ്പ്രിങ്ങിങ് ഇൻ ടു ലൈഫ്. അപ്പോൾ ആ സ്നേഹബന്ധം വളരാനായിട്ട് തുടങ്ങി. വാട്ട് ഹാവ് യു ദെയർ? ഷാർപ്ലി ക്വസ്റ്റ്യൻഡ് മിസ്സിസ് തോംസൺ. നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഭാര്യ ഭയങ്കര കടുപ്പത്തോടെ ചോദിക്കുകയാണേ. ജോ ഫെൽറ്റ് ദ ചൈൽഡ് സ്റ്റാർട്ട് ആൻഡ് ഷ്രിങ്ക് അഗെയിൻസ്റ്റ് ഹിം.
അപ്പൊ ആ ചോദ്യം കേട്ട് കുഞ്ഞ് ഭയന്ന് ജോയോട് കൂടുതൽ ചേർന്ന് ഒതുങ്ങുന്നത് ജോയ്ക്ക് അനുഭവപ്പെടുകയാണ്. ഹി ഡിഡ് നോട്ട് റിപ്ലൈ. എന്ത് ചെയ്തു അദ്ദേഹം? ഉടനെ ഒന്നും മറുപടി പറഞ്ഞില്ല. എക്സെപ്റ്റ് ബൈ എ ലുക്ക് ദാറ്റ് വാസ് പ്ലീഡിങ് ആൻഡ് കോഷണറി. അപ്പൊ പകരം ദയവായി ഒന്ന് കാത്തു നിൽക്കൂ, ശാന്തമായിട്ട് പെരുമാറൂ എന്ന് അപേക്ഷിക്കുകയും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം ഭാര്യയിലേക്ക് എറിഞ്ഞു. That said, wait a moment for explanations and be gentle. അപ്പം ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായിരുന്നു? എല്ലാം ഞാൻ വിശദീകരിക്കാം, അതുവരെ ഒന്ന് കാത്തിരിക്കൂ, ദയവായിട്ട് പെരുമാറൂ, സൗമ്യമായിട്ട് പെരുമാറൂ എന്നൊക്കെയാണ് ജോ തോംസൺ പെരുമാറിയത്. And passed in carried Maggie to the small chamber on the first floor. അപ്പൊ അതിനുശേഷം അദ്ദേഹം മാഗിയെ എടുത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് കടന്ന് 1ാം നിലയിലെ ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോവാണേ. ആൻഡ് ലെയ്ഡ് ഹെർ ഓൺ എ ബെഡ്. അവിടെ അവളെ ഒരു കിടക്കയിൽ ഇദ്ദേഹം സാവധാനം കിടത്തി. Then stepping back, he shut the door. ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു. And stood face to face with his vinegar tempered wife in the passage way outside. അപ്പൊ പുറത്തുള്ള ഇടനാഴിയിൽ ദേഷ്യ സ്വഭാവമുള്ള ഭാര്യയുടെ മുന്നിൽ അദ്ദേഹം നെടുവീർപ്പ് വിട്ട് നിൽക്കുകയാണ്. അപ്പൊ നേർക്ക് നേരിങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് യു ഹാവിൻ ബ്രോട്ട് ഹോം ദാറ്റ് സിക്ക് ബ്രാറ്റ്. ആ രോഗിയായ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നോ എന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്. കണ്ടില്ലേ? ആങ്കർ ആൻഡ് അസ്റ്റോണിഷ്മെന്റ് വെയർ ഇൻ ദി ടോൺസ് ഓഫ് മിസ്സസ് ജോ തോംസൺ. അപ്പം ഭാര്യയുടെ ശബ്ദത്തിൽ ദേഷ്യവും അത്ഭുതവും ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെർ ഫേസ് വാസ് ഇൻ എ ഫ്ലെയിം. അപ്പൊ അവളുടെ മുഖം എങ്ങനെയാ? ദേഷ്യം കൊണ്ടിട്ട് ഇങ്ങനെ ചുമന്നിരുന്നു, ഫ്ലെയിം പോലെ. ഐ തിങ്ക് വുമൺസ് ഹാർട്ട്സ് ആർ സംടൈംസ് വെരി ഹാർഡ്, സെഡ് ജോ. അപ്പൊ ചിലപ്പോൾ സ്ത്രീകളുടെ ഹൃദയം വളരെ കഠിനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ജോ പറയുകയാണ്. യൂഷ്വലി ജോ തോംസൺ ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് വൈഫ്സ് വേ. അപ്പൊ സാധാരണയായിട്ട് ഭാര്യയ്ക്ക് ദേഷ്യം വന്നാൽ ജോ അവളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. or kept rigidly silent and non-combative when she fired upon any subject. അപ്പൊ അല്ലെങ്കിൽ അവൾ ഏത് കാര്യത്തിൽ കോപിച്ചാലും അദ്ദേഹം മിണ്ടാതെയും വഴക്കിന് പോകാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. It was with some surprise, therefore, that she now encountered a firmly set countenance and a resolute pair of eyes. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ജോയുടെ ഉറച്ച മുഖവും ഭയങ്കര ദൃഢനിശ്ചയം ഉള്ള കണ്ണുകളും കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായി. ഇപ്പം ജോ ഇങ്ങനെ തന്നെ നിൽക്കുകയാണേ. വുമൺസ് ഹാർട്ട്സ് ആർ നോട്ട് ഹാഫ് സോ ഹാർഡ് ആസ് മെൻസ്. അപ്പം സ്ത്രീയുടെ ഹൃദയം പുരുഷന്മാരുടേത് പോലെ അത്ര കഠിനമില്ല എന്ന് അവൾ മറുപടി പറയാണ്. ജോ saw by a quick intuition that his wife resolute bearing had impressed his wife. അതായത് തൻ്റെ ഉറച്ച നിലപാട് ഭാര്യയെ സ്വാധീനിച്ചെന്ന് ജോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. ആൻഡ് ഹി ആൻസേർഡ് ക്വിക്ക്ലി ആൻഡ് വിത്ത് റിയൽ ഇൻഡിഗ്നേഷൻ. അപ്പൊ അതിനാൽ അദ്ദേഹം യഥാർത്ഥ ദേഷ്യത്തോടെ ഉടൻ മറുപടി പറയാണ്. ബി ദാറ്റ് ആസ് ഇറ്റ് മേ. എന്ന് പറഞ്ഞാൽ എന്താ? അതെന്തായാലും. എവ്രി വുമൺ അറ്റ് ദി ഫ്യൂണറൽ ടേൺഡ് ഹെർ ഐസ് സ്റ്റെഡിലി ഫ്രം ദി സിക്ക് ചൈൽഡ്സ് ഫേസ്. അപ്പൊ ശവസംസ്കാരത്തിന് വന്ന ഓരോ സ്ത്രീയും രോഗിയായ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു. ആൻഡ് വെൻ ദി കാർട്ട് വെന്റ് ഓഫ് വിത്ത് ഹെർ ഡെഡ് മദർ. അവളുടെ മരിച്ച അമ്മയെ കയറ്റിയ വണ്ടി പോയപ്പോൾ ഹറീഡ് അവേ. അവരെല്ലാവരും വേഗം അവിടെ നിന്ന് പോയി. and left her alone in that old hut. അപ്പോൾ ആ പഴയ കുടിലിൽ ആ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി. with the sun not an hour in the sky. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ച് 1 മണിക്കൂർ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. where were John and Kate? asked Mrs. Thompson. അപ്പൊ ഭാര്യ ചോദിക്കുകയാണ്, ജോണും കേറ്റും എവിടെയായിരുന്നു? ആരാണ് ജോണും കേറ്റും? മാഗിയുടെ മൂത്ത 2 കുട്ടികളാണ്, മാഗിയുടെ സഹോദരങ്ങളാണ്. Farmer John tossed John into his wagon and drove off. അപ്പൊ കർഷകനായ ജോൺസ് ആണ് ജോണിനെ തന്റെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് പോയതെന്ന് പറയുന്നു. കേറ്റി വെന്റ് ഹോം വിത്ത് മിസ്സസ് എലിസ്. അപ്പൊ കേറ്റി എലിസിനൊപ്പം വീട്ടിലേക്ക് പോയി. എലിസ് എന്ന് പറയുന്ന ആളാണ് കേറ്റിയെ കൊണ്ടുപോയത്. ബട്ട് നോബഡി വാണ്ടഡ് ദി പുവർ സിക്ക് വൺ. എന്നാൽ രോഗിയായ ഈ പാവം കുഞ്ഞിനെ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് ഇദ്ദേഹം പറയാണ്. സെൻഡ് ഹെർ ടു ദി പുവർ ഹൗസ് വാസ് ഹി ക്രൈഡ്. അപ്പം അവളെ പാവപ്പെട്ടവരുടെ ആശ്രമത്തിലേക്ക് അയക്കൂ എന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. വാസ് ദി ക്രൈ. എല്ലാവരും കടന്ന് അലച്ചത് അതാണെന്ന്. വൈ ഡിഡ്ന്റ് യു ലെറ്റ് ഹെർ ഗോ ദെൻ. അപ്പോൾ അവളെ അവിടേക്ക് പോകാൻ വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഡിഡ് യു ബ്രിങ് ഹെർ ഹിയർ ഫോർ. പിന്നെ എന്തിനാ നിങ്ങൾ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഷി കാൺട്ട് വാക്ക് ടു ദി പുവർ ഹൗസ്, സെഡ് ജോ.
അപ്പൊ അവൾക്ക് പാവപ്പെട്ടവരുടെ ആശ്രമം വരെ നടക്കാൻ കഴിയില്ലെന്ന് ജോ പറയാണ്. സംബഡീസ് ആംസ് മസ്റ്റ് ക്യാരി ഹെർ, ആരെങ്കിലും അവളെ കൈകളിൽ എടുത്തുകൊണ്ട് പോകണം. ആൻഡ് മൈൻ ആർ സ്ട്രോങ് ഇനഫ് ഫോർ ദാറ്റ് ടാസ്ക്, അപ്പൊ ആ ജോലി ചെയ്യാൻ എൻ്റെ കൈകൾക്ക് ശക്തിയുണ്ടെന്ന് പറയുന്നു. ദെൻ വൈ ഡിഡ്ന്റ് യു കീപ്പ് ഓൺ, അങ്ങനെയാണെങ്കിൽ അവളെ നേരെ അവിടേക്ക് കൊണ്ടുപോകാതിരുന്നത് എന്താണ് എന്ന് ഭാര്യ ചോദിക്കുകയാണ്. വൈ ഡിഡ് യു സ്റ്റോപ്പ് ഹിയർ ഡിമാൻഡഡ് ദി വൈഫ്, എന്തിനാണ് ഇവിടെ നിർത്തിയത്, ഭാര്യ ദേഷ്യത്തോടെ ചോദിക്കുക. അപ്പോൾ ആ കുട്ടി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ ഇതൊക്കെ ചോദിക്കുകയാണ്. ബിക്കോസ് ഐ എം നോട്ട് ആപ്റ്റ് ടു ഗോ ഓൺ ഫൂൾസ് റൺസ്, കാരണം ആലോചിക്കാതെ ചെയ്യുന്ന വിഡ്ഢിത്ത ജോലികൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതെൻ്റെ പതിവല്ലെന്ന് അദ്ദേഹം പറയാണ്. ദ ഗാർഡിയൻസ് മസ്റ്റ് ഫസ്റ്റ് ബി സീൻ, ആദ്യം ഗാർഡിയന്മാരെ കാണണം എന്ന്. ഗാർഡിയന്മാരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നോക്കുന്ന അധികാരികളെ കാണണം എന്നുള്ള രീതി പറയാണ്. ആൻഡ് എ പെർമിറ്റ് ഒബ്റ്റെയിൻഡ്, അവരിൽ നിന്ന് അനുമതി വാങ്ങുകയും വേണം. ദർ വാസ് നോ ഗെയിൻ സെയിങ് ദിസ്, ഇതിനെതിർത്തൊന്നും പറയാൻ അവൾക്കായിട്ടില്ല. വെൻ വിൽ യു സീ ദി ഗാർഡിയൻസ് വാസ് ആസ്ക്ഡ് വിത്ത് ഇറപ്രസിബിൾ ഇംപേഷ്യൻസ്, അതായത് ഗാർഡിയന്മാരെ എപ്പോഴാണ് കാണാൻ പോകുന്നത് എന്ന് അവള് ക്ഷമ കെട്ടങ്ങ് ചോദിക്കുകയാണ്, കാരണം കുട്ടിയെ ഇഷ്ടമല്ല. ടുമോറോ, അപ്പൊ എന്നാ കാണാൻ പോകുന്നത്, നാളെ പോകുന്ന ജോ തോംസൺ റിപ്ലൈ ചെയ്യുന്നു. വൈ പുട്ട് ഇറ്റ് ഓഫ് ടിൽ ടുമോറോ, എന്തിനാണത് നാളേക്ക് മാറ്റി വെക്കുന്നത്. ഗോ അറ്റ് വൺസ് ഫോർ ദി പെർമിറ്റ്, ഉടൻ പോയി അനുമതി പത്രം വാങ്ങൂ. ആൻഡ് ഗെറ്റ് ദി ഹോൾ തിങ് ഓഫ് യുവർ ഹാൻഡ്സ് ടു നൈറ്റ്, ഇന്ന് തന്നെ ഈ കാര്യം മുഴുവൻ തീർത്തു കളയൂ എന്നാണ് ഭാര്യ പറയുന്നത്. ജെയിൻ സെഡ് ദി വീൽ റൈറ്റ്, അപ്പം ജെയിൻ എന്ന് ചക്രവണ്ടി നിർമ്മിതാവായ ജോ പറയുകയാണ്. വിത്ത് ആൻ ഇംപ്രസീവ്നെസ് ഓഫ് ടോൺ ദാറ്റ് ഗ്രേറ്റ്ലി സബ്ഡ്യൂഡ് ഹിസ് വൈഫ്, അപ്പൊ ഭാര്യയെ ശാന്തയാക്കുന്ന ഗൗരവമുള്ള ശബ്ദത്തിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. ഐ റീഡ് ഇൻ ദി ബൈബിൾ, അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം ആ വാചകം പറയുന്നു, sometimes and find much said about little children. Now it is a small thing for us to keep this poor motherless little one for a single night. അപ്പം ഈ ഒരൊറ്റ രാത്രി അമ്മയില്ലാത്ത ഈ കുട്ടിയെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ടു ബി കൈൻഡ് ഫോർ ഹർ ഫോർ എ സിംഗിൾ നൈറ്റ്, ടു മേക്ക് ഹർ ലൈഫ് കംഫർട്ടബിൾ ഫോർ എ സിംഗിൾ നൈറ്റ്. ഒരൊറ്റ രാത്രി ഒന്ന് കംഫർട്ടബിൾ ആക്കി വെച്ചാൽ പോരെ അവളെ എന്നൊക്കെ അദ്ദേഹം പറയാണ്. ദ വോയിസ് ഓഫ് ദി സ്ട്രോങ് റഫ് മാൻ ഷൂക്ക് ആൻഡ് ഹി ടേൺ ഹിസ് ഹെഡ് അവേ സോ ദാറ്റ് ദ മോയ്സ്ചർ ഇൻ ഹിസ് ഐസ് മൈറ്റ് നോട്ട് ബി സീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു, അത് കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ തലയങ്ങ് തിരിക്കുകയാണ്. മിസ്സസ് തോംസൺ ഡിഡ് നോട്ട് ആൻസർ ബട്ട് എ സോഫ്റ്റ് ഫീലിംഗ് ക്രെപ്റ്റ് ഇൻ ടു ഹെർ ഹാർട്ട്. മിസ്സസ് തോംസൺ ഭാര്യ ഒന്നും ആൻസർ ചെയ്തില്ല, പക്ഷെ അവളുടെ ഉള്ളിലും ചെറിയൊരു ഫീലിങ്സ് ക്രെപ്റ്റ് ചെയ്ത് വരികയാണ്. ലുക്ക് അറ്റ് ഹെർ kindly, Jane. Speak to her kindly, said Joe. Think of her dead mother and the loneliness, the pain, the sorrow that must be on all her coming life. The softness of his heart gave unwonted eloquence to his lips. അപ്പം അദ്ദേഹം പറയാണ്, അവളുടെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മരിച്ചുപോയ അമ്മ, അവളുടെ ഒറ്റപ്പെടൽ, അവളുടെ വേദന, സങ്കടം, ഇനി അവൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ കൂടെ അദ്ദേഹം വാക്കുകളായിട്ട് പുറത്തേക്ക് വിടുകയായിരുന്നു. ഇനിയും മിസ്സസ് തോംസൺ ഡിഡ് നോട്ട് റിപ്ലൈ, അപ്പം തോംസന്റെ ഭാര്യ ഒന്നും മറുപടി പറഞ്ഞില്ല. ബട്ട് പ്രസന്റ്ലി ടേൺഡ് ടുവേർഡ്സ് എ ലിറ്റിൽ ചാംബർ വെയർ ഹർ ഹസ്ബൻഡ് ഹാഡ് ഡിപ്പോസിറ്റഡ് മാഗി. അപ്പൊ കുറച്ചു കഴിഞ്ഞ് ഭർത്താവ് മാഗിയെ കിടത്തിയിരുന്ന ചെറിയ മുറിയിലേക്ക് അവൾ നടക്കുകയാണ്. ആൻഡ് പുഷിംഗ് ഓപ്പൺ ദി ഡോർ വെന്റ് ക്വയറ്റ്ലി ഇൻ, വാതിൽ പതുക്കെ തുറന്ന് അവൾ നിശബ്ദമായി അകത്തേക്ക് കയറി. ജോ ഡിഡ് നോട്ട് ഫോളോ, ജോ അവളുടെ പിന്നാലെ പോയില്ല. ഹി സോ ദാറ്റ് ഹെർ സ്റ്റേറ്റ് ഹാഡ് ചേഞ്ച്ഡ്, അപ്പൊ ഭാര്യയുടെ മനോഭാവം മാറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു ലീവ് ഹെർ അലോൺ വിത്ത് ദി ചൈൽഡ്, അപ്പൊ അവളെ കുഞ്ഞിനൊപ്പം ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. സോ ഹി വെന്റ് ടു ഹിസ് ഷോപ്പ്, അപ്പം അതിനാൽ അദ്ദേഹം തൻ്റെ കടയിലേക്ക് പോയി. വിച്ച് സ്റ്റുഡ് നിയർ ദി ഹൗസ്, ആ കട വീട്ടിനടുത്തായിരുന്നു. ആൻഡ് വർക്ക്ഡ് അണ്ടിൽ ഡസ്കി ഈവനിങ് റിലീസ്ഡ് ഹിം ഫ്രം ലേബർ, അപ്പം സന്ധ്യയാകുന്നത് വരെ അദ്ദേഹം ജോലി ചെയ്തു. ഇരുട്ട് വീണപ്പോഴാണ് അദ്ദേഹം ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ ക്വസ്റ്റ്യൻ നമ്പർ 1. Maggie reacts with fear when Mrs. Thompson speaks sharply. അപ്പം തോംസന്റെ ഭാര്യ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ മാഗി എന്ത് ചെയ്യുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. വാട്ട് ഡസ് ദിസ് റിയാക്ഷൻ റിവീൽ അബൌട്ട് മാഗീസ് ഇമോഷണൽ സ്റ്റേറ്റ്,
അപ്പം മാഗിയുടെ ഈ പ്രതികരണം ഏത് മാനസികാവസ്ഥയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ചോദ്യം. ഹൗ ഡസ് ഇറ്റ് ഡീപ്പൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഹ്യൂമൻ നീഡ്സ് ഗോ ഫാർ ബിയോണ്ട് മിയർ ഫിസിക്കൽ കെയർ? അതായത് മനുഷ്യർക്ക് ശാരീരിക പരിചരണം മാത്രമല്ല അതിനപ്പുറം ആവശ്യങ്ങളുണ്ട് എന്ന് ഇത് നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കി തരുന്നു എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാം. Maggie's fear when Mrs. Thompson speaks sharply shows that she is not just physically sick but also emotionally wounded and deeply vulnerable. അതായത് തോംസന്റെ ഭാര്യ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ മാഗി ഭയപ്പെടുന്നത് അവൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായ മുറിവേറ്റവളും വളരെ നിസ്സഹായവുമാണെന്നാണ് ഇത് കാണിക്കുന്നത്. She has already been abandoned by many people. Her mother has died and others have rejected or ignored her. അപ്പോൾ അവളെ പലരും ഉപേക്ഷിച്ചിട്ടുണ്ട്. അമ്മ മരിക്കുകയും മറ്റുള്ളവർ അവളെ തള്ളിക്കളയുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ട്. This has left her feeling lonely, insecure and afraid of being mistreated again. അപ്പോൾ ഇത് അവളെ ഒറ്റപ്പെട്ടവളായും സുരക്ഷിതമില്ലാത്തവളായും വീണ്ടും മോശമായി പെരുമാറുമോ എന്ന ഭയമുള്ളവളായിട്ടും ഒക്കെ അവൾ സ്വയം അങ്ങ് മാറി. Her reaction reveals that Maggie craves love, kindness and emotional safety as much as she needs food, shelter and medicine. അതായത് ഭക്ഷണം, താമസം, മരുന്ന് എന്നിവ എത്ര ആവശ്യമാണോ അത്ര തന്നെ സ്നേഹവും കരുതലും മാനസിക സുരക്ഷിതത്വവും മാഗിക്ക് ആവശ്യമാണെന്ന് അവളുടെ പ്രതികരണം വ്യക്തമാക്കുന്നു. This deepens our understanding that human needs go far beyond mere physical care. അപ്പം മനുഷ്യരുടെ ആവശ്യങ്ങൾ ശാരീരിക പരിചരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഇത് നമ്മെ കൂടുതൽ മനസ്സിലാക്കി തരുന്നു. A child like Maggie needs compassion, gentleness, belonging or understanding to heal and to feel safe. അപ്പം മാഗിയെ പോലുള്ള ഒരു കുട്ടിക്ക് സുഖം പ്രാപിക്കാനും സുരക്ഷിതത്വം അനുഭവിക്കാനും അനുകമ്പയും സ്നേഹപൂർവമായ പെരുമാറ്റവും സ്വന്തമാണെന്ന തോന്നലും മനസ്സിലാക്കലും ആവശ്യമാണ് എന്ന് നമുക്ക് ഉത്തരത്തിൽ എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെയും കൂട്ടിച്ചേർക്കാം. Maggie's fearful reaction shows that emotional care, love and kindness are as important as physical care for every human being. അതായത് മാഗിയുടെ ഭയത്തോടെയുള്ള പ്രതികരണം ഓരോ മനുഷ്യനും ശാരീരിക പരിചരണത്തോടും തന്നെ മാനസിക പരിചരണവും സ്നേഹവും കരുതലും അത്യന്താപേക്ഷിതമാണെന്ന് കാണിക്കുന്നു എന്നെഴുതി നിങ്ങൾക്ക് ആൻസർ അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. When Mrs. Thompson first sees Maggie, she remains silent, but many emotions arise with her. I imagine what Mrs. Thompson might have been thinking at that moment. Write her inner thoughts, focusing more on her feelings than on actions. അപ്പം മിസ്സസ് തോംസൺ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചിന്തകളാണ് നിങ്ങളോട് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. യു മേ ഇൻക്ലൂഡ് ഹർ ഫീലിങ്സ് ഓഫ് പിറ്റി ഓർ കൺസേൺ. അപ്പോൾ അവളുടെ മനസ്സിലുള്ള എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാം? പിറ്റി, അല്ലെ അവൾക്കുള്ള കൺസേണെ പറ്റി എഴുതാം. ദ ക്വസ്റ്റ്യൻസ് ഇൻ ഹർ മൈൻഡ്, അവളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ. ഹർ ഡൗട്ട്സ് or fears and the thoughts that gradually lead towards a decision. അപ്പം എല്ലാ രീതിയിലുമുള്ള അവളുടെ ഡൗട്ടും ഭയവും ചിന്തകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവളുടെ മനസ്സിലെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തോട്ട്സ് ആണ്. അപ്പം നമുക്ക് എഴുതാം. ഒന്നാമത്തെ തോട്ട്, ഓ such a tiny child, so pale and weak, how much she must be suffering. ഇങ്ങനെ ചിന്തിച്ചിരുന്നിരിക്കാം. ഓ എത്ര ചെറിയ കുട്ടിയാണ് അവള്, ക്ഷീണിച്ചും വിളറിയും ഇരിക്കുന്നു, അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാം. Her poor mother is gone and she has been left alone by everyone. പാവം, അവളുടെ അമ്മ മരിച്ചുപോയി, എല്ലാവരും അവളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാം. What kind of world is this where not a single heart melts for a sick child? അപ്പോൾ ഒരു രോഗിയായ കുട്ടിയോട് പോലും ആരും കരുണ കാണിക്കാത്ത ഈ ലോകം എങ്ങനെയുള്ളതാണ്? Joe has brought her here without asking me. Why did he do that? എന്നോട് ചോദിക്കാതെ ജോ അവളെ ഇവിടെ കൊണ്ടുവന്നു. എന്തിനായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ നമ്മുടെ ഭാര്യ ചിന്തിക്കാവല്ലോ. This will mean more trouble, more care, more worry. Can I manage it? ഇത് കൂടുതൽ ബുദ്ധിമുട്ടും പരിചരണവും ആശങ്കയും ഉണ്ടാകും. എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ആ സ്ത്രീ ചിന്തിക്കാം. I have no child of my own. Will my heart ever feel that emptiness again if I turn her away? അപ്പം എനിക്ക് സ്വന്തം കുട്ടികളില്ല, ഈ കുഞ്ഞിനെ ഞാൻ തിരികെ അയച്ചാൽ എൻ്റെ മനസ്സിലെ ശൂന്യത വീണ്ടും എന്നെ വേദനിപ്പിക്കില്ലേ എന്ന് ചിന്തിക്കാം. She looks so frightened as if she has lost all hope. അപ്പോൾ അവൾ വളരെ ഭയന്നിരിക്കുന്നു, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ. Can I be so hard hearted as to send her away? അപ്പോൾ ഇത്രയും കഠിന ഹൃദയായി അവളെ തിരിച്ച് അയക്കാനായിട്ട് എനിക്ക് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം.
If I am kind to her just for one night, what harm can it do? അപ്പോൾ ഒരു രാത്രി മാത്രമെങ്കിലും ഞാൻ അവളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ അതിന് എന്താണ് തെറ്റ്? Perhaps God has sent her to us for a reason. What if I refuse and later regret it? അപ്പോൾ ഒരു പക്ഷേ ദൈവം എന്തെങ്കിലും കാരണത്താലാവാം അവളെ നമ്മുടെ അടുത്തേക്ക് അയച്ചത്. ഞാൻ അവളെ നിരസിച്ചിട്ട് പിന്നീട് വിഷമിക്കേണ്ടി വന്നാലോ? Yes, it is only for one night. I can comfort her, make her feel safe. I will try, I will be kind. This little one needs love more than anything. അപ്പം ഇങ്ങനെ ചിന്തിക്കാതെ ഒരു രാത്രി മാത്രമല്ല, എനിക്ക് അവളെ ആശ്വസിപ്പിക്കാനും സുരക്ഷിതത്വം അനുഭവിപ്പിക്കാനും കഴിയും. ഞാൻ ശ്രമിക്കും, അവളോട് സ്നേഹത്തോടെ പെരുമാറും. ഈ കുഞ്ഞിന് ഏറ്റവും ആവശ്യം സ്നേഹമാണ് എന്നൊക്കെ ചിന്തിക്കാം. ഇൻ ഷോർട്ട്, നിങ്ങൾക്ക് അറ്റ് ലാസ്റ്റ് എഴുതാം. Though Mrs. Thompson is surprised and troubled at first, her heart slowly softens with pity and concern. Her love and compassion win over her doubts and she decides to be kind to Maggie. അപ്പം ആദ്യം ഭാര്യ, തോമസന്റെ ഭാര്യ അത്ഭുതപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പിന്നീട് അവളുടെ ഹൃദയം കരുണയും സ്നേഹം കൊണ്ട് മൃദുവാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. Joe goes to his shop, leaving Maggie alone with Mrs. Thompson. Do you think Joe deliberately leaves space for Mrs. Thompson to reflect? How can such moments of silence help us reconsider our perspectives? അപ്പോൾ ജോ ആണെങ്കിൽ തിരിച്ച് കടയിലേക്ക് പോവാണ്, മാഗിയെ മിസ്സസ് തോംസന്റെ അടുത്ത് ആക്കിയിട്ട്, അതായത് ഭാര്യയുടെ അടുത്ത് ആക്കിയിട്ട്. അപ്പം ഡു യു തിങ്ക് ജോ ഡെലിബറേറ്റ്ലി ലീവ് സ്പേസ് ഫോർ മിസ്സസ് തോംസൺ ടു റിഫ്ലക്ട്? അപ്പം മിസ്സസ് തോംസൺ തൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെയുള്ള മൊമെൻറ്റ്സ് ഹെൽപ്പ് us റീകൺസിഡർ അവർ പെർസ്പെക്റ്റീവ്സ്. അപ്പം എങ്ങനെയാണ് അതിനെ നിങ്ങൾ വിലയിരുത്തുന്നത് എന്നാണ് ചോദ്യം. അതായത് ഇത്തരം നിശബ്ദ നിമിഷങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വീണ്ടും വിലയിരുത്താൻ എങ്ങനെയാണ് സഹായിക്കുക? അപ്പം ഇപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, മിസ്സസ് തോംസൺ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം തോംസൺ എന്തൊക്കെ ചിന്തിക്കുക? അവളുടെ ചിന്താഗതി മാറുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് ചോദ്യം. യെസ്, ജോ ലൈക്ലി ലീവ് സ്പേസ് ഡെലിബറേറ്റ്ലി. അതെ, തോംസന്റെ ഭാര്യ ശാന്തമായി ചിന്തിക്കാൻ അവസരം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ജോ അവരെ ഒറ്റയ്ക്ക് വിട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. He knows Mrs. Thompson's heart is hard at first, but he also knows she has a capacity for kindness. അപ്പം ആദ്യം ഭാര്യ കഠിനമായി പെരുമാറിയാലും അവളുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ഉണ്ടെന്ന് ജോയ്ക്ക് അറിയാം. Silence gives her time to see Maggie not as a burden, but as a lonely, scared child who needs care and compassion. അപ്പം ആ നിശബ്ദതയിൽ മാഗിയെ ഒരു ഭാരമായിട്ടല്ല, മറിച്ച് സ്നേഹവും പരിചരണവും ആവശ്യമുള്ള, ഒറ്റപ്പെട്ടും ഭയന്ന് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് കാണാൻ അവൾക്ക് കഴിയുന്നു. ഇൻ ദി ക്വയറ്റ് ഷീ ക്യാൻ ഫീൽ എംപതി, തിങ്ക് ഡീപ്ലി ആൻഡ് റിമെമ്പർ വാട്ട് ട്രൂലി മാറ്റേഴ്സ്. അപ്പം ശാന്തമായ ആ നിമിഷങ്ങളിൽ അവൾക്ക് അനുകമ്പ തോന്നാനും ആഴത്തിൽ ചിന്തിക്കാനും ജീവിതത്തിൽ ശരിക്കും പ്രധാനപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയാനും കഴിയും. This can soften our hearts and help us choose kindness over judgment. അപ്പോൾ ഇത്തരം നിമിഷങ്ങൾ നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്നേഹവും കരുണയും തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം ഇൻ ഷോർട്ട്, അറ്റ് ലാസ്റ്റിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ജോ gives Mrs. Thompson space to reflect. Moments of silence help us pause, feel empathy and reconsider our perspectives, leading to more understanding and compassion. അപ്പം ഭാര്യയ്ക്ക് ആലോചിക്കാൻ ജോ അവസരം നൽകുകയാണ്. ഇത്തരം നിശബ്ദ നിമിഷങ്ങൾ നമുക്ക് ഒന്ന് നിർത്തി ചിന്തിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റി കൂടുതൽ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാനും സഹായിക്കുന്നു. അപ്പം ഇവിടെ ഭാര്യയെ നിശബ്ദമായിട്ട് മാഗിയുടെ അടുത്ത് ജോ തോംസൺ വിട്ടിട്ട് പോയതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾക്കത് നല്ലതുപോലെ ഇത് റെഫർ ചെയ്തിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3, ഈ സ്റ്റോറിയുടെ പാർട്ട് 3 നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാനേ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.